BRS തെലങ്കാനയിൽ BRS പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു. കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയെ BRSൽ നിന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് ഇന്നലെ പുറത്താക്കിയിരുന്നു. BRS നേതാക്കളുമായി ടി ഹരീഷ് റാവുവും ജെ സന്തോഷ് കുമാറും എന്നിവർക്ക് എതിരെ കെ കവിത ഉന്നയിച്ച ആരോപണങ്ങളാണ് പാർട്ടിയിൽ ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER ഗുഡ് മോർണിംഗ്. എന്താണ് BRSനുള്ളിൽ നടക്കുന്നത്? ആര്യ ഗുഡ് മോർണിംഗ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന തർക്കത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോൾ കെ കവിതയുടെ സസ്പെൻഷനോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പെട്ടെന്നുള്ള അല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഹരീഷ് റാവു ചന്ദ്രശേഖർ റാവുവിൻ്റെ അടുത്ത ബന്ധുവാണ്. ഹരീഷ് റാവുവിനും ഒപ്പം തന്നെ മറ്റൊരു ബന്ധുവായ രാജ്യസഭാംഗം കൂടിയായ സന്തോഷ് കുമാറിനെതിരെയും നടത്തിയ ഗുരുതരമായ ആരോപണങ്ങളാണ്. കാരണം 2014 തെലങ്കാന രൂപീകരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് BRS ആണ്. അന്ന് TRS എന്നായിരുന്നു ഈ പാർട്ടിയുടെ പേര്. വലിയ വിജയം പാർട്ടി സംസ്ഥാനത്തുണ്ടാക്കി. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയ BRSൻ്റെ അടക്കം ഏറ്റവും വലിയ നേട്ടമായി സർക്കാർ എടുത്തു പറഞ്ഞിരുന്നത് കലേശ്വരം പദ്ധതിയായിരുന്നു. മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഭൂപാൽപള്ളി ജില്ലയിലാണ് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കിയിരുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ വലിയ ക്രമക്കേടുണ്ട്, അഴിമതി ഉണ്ടെന്ന ആരോപണം കഴിഞ്ഞ കുറേ നാളുകളായി തെലങ്കാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ 3 ബാരേജുകൾക്ക് നികത്താൻ പറ്റാത്ത കേടുപാടുകൾ ഉണ്ട് എന്നാണ് പിന്നീട് അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നത്. ഈ സംഭവത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെ കെ കവിത ചില പരാമർശങ്ങൾ ഹരീഷ് റാവുവിനെതിരെ നടത്തി. അതായത് KCRന്റെ പ്രതിച്ഛായ തകർക്കാൻ ഹരീഷ് റാവു ശ്രമിക്കുന്നു, മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ചില നീക്കുപോക്കുകൾ ഹരീഷ് റാവു നടത്തുന്നുണ്ട് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് കെ കവിത നടത്തിയത്. സമാനമായ രീതിയിൽ സന്തോഷ് റാവുവിനെതിരെയും കെ കവിത ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. മാത്രവുമല്ല 2014 മുതൽ 2018 വരെ ജലസേചന മന്ത്രി ഹരീഷ് റാവു ആയിരുന്നു. അപ്പോൾ ഹരീഷ് റാവുവിന് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ട് എന്നതടക്കമുള്ള സൂചനകൾ, പരാമർശങ്ങളൊക്കെ തന്നെ കവിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ KCR കടന്നിരിക്കുന്നത്. കെ കവിതയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ 2ാമത്തെ അധ്യായമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കാരണം നേരത്തെ അവർ ലോക്സഭ MP ആയിരുന്നു, നിസാമാബാദിലുള്ള MP ആയിരുന്നു. പക്ഷേ 2019 BRS വലിയ വിജയം നേടുന്ന ഘട്ടത്തിലും അന്ന് കവിത പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം MLC ആയി. പിന്നീടാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയവരുമായി ഗൂഢാലോചന കെ കവിത നടത്തി. പണം കൈപ്പറ്റി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CBIയും EDയും ഒക്കെ കെ കവിതയെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അറസ്റ്റിന് ശേഷം അവർ ഏതാണ്ട് 5 മാസത്തിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച KCRനെതിരെ BRSനെതിരെ കെ കവിത രംഗത്ത് വരുന്നതാണ്. കാരണം സമീപകാലത്ത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ആ കത്ത് KCRനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. കാരണം പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ KCR നടത്തിയ പ്രസംഗം നിരാശപ്പെടുത്തി എന്നായിരുന്നു കെ കവിത വിമർശിച്ചത്. കാരണം BJPക്കെതിരെ വലിയ വിമർശനം താങ്കൾ നടത്തുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഒരു പരാമർശം പോലും ഉണ്ടായില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ കെ കവിതയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം കവിത സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമം നടത്തുമെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടത് അങ്ങനെയല്ല. കെ കവിത പാർട്ടിക്കെതിരെ തന്നെ KCRനെതിരെ പാർട്ടിയുടെ 1ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ നേതാവെന്ന് പറയുന്ന ഹരീഷ് റാവുവിനെതിരെയൊക്കെ തന്നെ നിരന്തരം വിമർശനം തുടരുന്നതാണ്. അതിൻ്റെ തുടർച്ചയായി വേണം ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടിയെ കണക്കാക്കാൻ. ഏതായാലും BRS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് രൂപീകരിച്ച് ഏതാണ്ട് അധികാരത്തിൽ വന്നത് 10 വർഷത്തോളം സംസ്ഥാനം ഭരിച്ചു. പക്ഷേ ആ പാർട്ടി നിലവിൽ വന്നതിന് ശേഷം ഉള്ള കാലയളവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മോശം കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം 10 വർഷത്തോളം സംസ്ഥാനം ഭരിച്ചു. ഒരു 3ാം ഭരണം പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് അവിടെ ഭരണം നഷ്ടമാകുന്നത്. അതിനുശേഷം ഈ കുടുംബത്തിൽ തന്നെ വലിയ കലഹമുണ്ടാകുന്ന കാഴ്ചയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഏതായാലും കെ കവിതയുടെ അടുത്ത നീക്കം എന്നുള്ളത് KCR കുടുംബത്തിലും തെലങ്കാന രാഷ്ട്രീയത്തിലും നിർണായകമാണ്. ആര്യ. തീർച്ചയായും ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.